ജൂൾസ് 2023 ഇറങ്ങിയ പടമാണ്. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ കോമഡി സിനിമയാണ്. ഇത് മെയിനായിട്ട് ഒരു ഏലിയനെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഏലിയൻ പടം എന്ന് വിചാരിക്കുമ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയൊരു സംഭവം വിചാരിക്കും. ഏലിയൻ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എങ്ങനെ വിചാരിക്കാമെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റണ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഭയങ്കരമായിട്ടുള്ള തിയറികൾ കാര്യങ്ങളും സയൻസ് ഫിക്ഷൻ പരമായിട്ടുള്ള ഒന്നും തന്നെ ഈ സിനിമയിലില്ല. ശരിക്കും ഈ ഒരു പടത്തിൽ ഏലിയൻ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡിൽ കണ്ടാൽ മതി നിങ്ങൾ. അല്ലാണ്ട് ഭയങ്കര ഓവർ ഹൈപ്പൊന്നും വിചാരിച്ച് ഈ പടം കാണരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലിയനെ വെച്ചിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഈ സിനിമ എന്ന് പറയുമ്പോൾ. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃദ്ധരായിട്ടുള്ള ഒരു 3 പേര് എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട് ജീവിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വയസ്സായിട്ടുള്ള 3 പേരുടെ ഇടയിലേക്ക് ഒരു ഏലിയൻ വന്ന് ചേരുകയാണ്. ആ ഏലിയൻ വന്ന് ചേർന്നിട്ട് ഉണ്ടാവണ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും വയസ്സായ ആൾക്കാർ ചെയ്യണ ഒരു എന്താണ് വയസ്സായ ആൾക്കാർ ചെയ്യുക അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ പോണ ഒരു കഥയാണ് ഇതെന്ന് പറയുമ്പോൾ. ഭയങ്കര ഓവറായിട്ടുള്ള ഒന്നും തന്നെ ഈ സിനിമയിലില്ല. ഭയങ്കര സ്ലോവിൽ ഒരു ഫീൽ ഗുഡ് പടം പോണ പോലെ തന്നെയാണ് ഈ സിനിമ പോണത്. ചിലപ്പോൾ ക്ലൈമാക്സിൽ ചിലവർക്ക് ചിലപ്പോൾ ഒരു ലാഗ് ചിലപ്പോൾ ഫീൽ ചെയ്യാം, ചിലപ്പോൾ തുടക്കത്തിൽ ഫീൽ ചെയ്യാം. അത് ആൾക്കാർ കാണുന്ന ഒരു മെൻറ്റാലിറ്റി അനുസരിച്ചിരിക്കും ഈ സിനിമയുടെ പോക്ക് എന്ന് പറയുമ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാൾ ഏലിയൻ അടക്കം 4 പേരെ മാത്രമാണ് ഈ സിനിമയിൽ നിങ്ങൾ മെയിനായിട്ട് കാണുള്ളൂ. മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ 4 പേരാണ് ഏലിയൻ അടക്കം എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള കുറേ സീനുകളൊന്നും ഈ പടത്തിൽ ആഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പോണ സ്ഥലം ഒരു വീട്ടിലുള്ള ഒരു സന്ദർഭമാണ് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എത്ര പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കോമഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കോമഡികളുള്ളൂ. പക്ഷേ ഇമോഷണലായിട്ടുള്ള സീനുകൾ എല്ലാവരുടെയും നല്ല രീതിയിൽ കാണിച്ചു പോകുന്നുണ്ട്. ഇതിലെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ 3 പേര് ഏലിയനെ കണക്കൂട്ടുണ്ടാവും. ഈ 3 പേര് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഇമോഷൻ സൈഡ് ഉണ്ട്. അത് നല്ല രീതിയിൽ വൃത്തിക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ക്യാരക്ടറിനെ നല്ല രീതിയിൽ ക്യാച്ചിങ് ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ ആദ്യം കാണുമ്പോൾ ഇത് ഏത് ഇപ്പോൾ തള്ളൻ്റെ ഇങ്ങനെയെന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലാണ് പോക്ക്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവരെല്ലാവരും ഏലിയനായിട്ടുള്ള ഒരു സംസാരമുണ്ട്. അതിലൂടെ നമുക്ക് ഇവരുടെ ക്യാരക്ടർ മനസ്സിലാവും, ഇവരുടെ വിഷമങ്ങൾ മനസ്സിലാവും, വയസ്സായിട്ടുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവും. അങ്ങനെ വയസ്സായ ആൾക്കാരുടെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് ജീവിച്ച് പോണതിൻ്റെ ഇടയിൽ ഒരു ഏലിയൻ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കഥയാണ് ഈ സിനിമ പറയണത്. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാവരോടും കാണാനായിട്ട് പറയില്ല. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. 1 മണിക്കൂർ 30 മിനിറ്റായി പടമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ മാക്സിമം എല്ലാവരും കാണാം. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും കണ്ടു നോക്കുക. ഒരു വെറൈറ്റി ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പെർഫോമൻസ് വൈസ് നല്ല രസമായിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ആയിട്ടാണ്. ഞാൻ കുറച്ചും കൂടി ഓവറായിട്ട് പ്രതീക്ഷിച്ചു. ഏലിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിക്കും. നമുക്കറിയില്ല ഫീൽ ഗുഡ് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് കുറച്ചും കൂടിയും ഇതിൽ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ.